സാറേ, നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് വരികയാണ്. കേരളത്തിലെ മുമ്പ് ഒരിക്കലും കാണാത്ത വിധത്തിൽ അതിശക്തമായ വർഗീയത കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ എണ്ണാൻ തുടങ്ങി, സ്ഥാനാർത്ഥിയെ നിർത്താൻ തുടങ്ങി. ഇതിലെല്ലാം ഒരു പ്രചരണവും വർഗീയ അടിസ്ഥാനത്തിലായി. അപ്പോൾ കേരള ചരിത്രത്തിലെ വർഗീയതയുടെ നഗ്നമായ കരാള നൃത്തം കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പം വളരെ കൃത്യമായി വർഗീയമായി കേരള സമൂഹം ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഇവിടെ പിന്നെ UDFും LDFും NDAയുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ NDAയെക്കുറിച്ച് കാലാകാലങ്ങളിൽ, പ്രത്യേകിച്ച് BJPയെക്കുറിച്ച് കാലാകാലങ്ങളിലായിട്ട് പറയുന്നത്, ക്രിസ്ത്യാനികൾ കുറച്ചൊക്കെ ഒന്ന് വോട്ട് ചെയ്താലും മുസ്ലിങ്ങൾ BJPക്ക് ഒരാൾ പോലും വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യത്തില്ലേ? സാർ, അത് ചോദിച്ചാൽ എനിക്ക് വേറൊന്ന് കുറച്ചുകൂടെ കടുത്ത കാര്യം പറയുന്നു. മുസ്ലിങ്ങൾ LDFന് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ ബെൽറ്റുകളിലെല്ലാം അവർ UDFനാണ് വോട്ട് ചെയ്തത്, LDFന് പോലും വോട്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ BJPക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പിന്നെ അതിനകത്തൊരു ഉത്തരം പറയേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല സാറേ, ഞാൻ സാറിൻ്റെ ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാര്യം, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതെ, ഉത്തർപ്രദേശ്, അതായത് കേരളത്തിലെ ജനസംഖ്യ, കേരളത്തിലെ കഥയാണ്. അല്ല സാർ പറയുന്നത്, കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ട്. അതൊരു സത്യമാണല്ലോ, നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങളൊക്കെ ഒരു അഖില ലോക സ്വഭാവമല്ലേ ഉള്ളത്. അവരുടെ ഒരു വിശ്വാസവും ആചാരവും മര്യാദകളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രത്യേക ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലാണ്. അവരെന്തിനാണ് കേരളത്തിലെ ഉത്തർപ്രദേശിലെ മുസ്ലിമിന് BJPയോട് ഇല്ലാത്ത വിരോധം കേരളത്തിലെ മുസ്ലിമിന് എന്തിനാണ് BJPയോടുള്ളതെന്നാണ് എൻ്റെ സംശയം. സാർ, അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ലീഗിനെ ആണ് മുസ്ലിങ്ങൾ എന്നും ആശ്രയിച്ചിരുന്നത്, അവരുടെ ഒരു സംഘടനയായിട്ട്. ഈ ലീഗിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏതാണ്ട് 1967 മുതൽ, ശരിക്കും പറഞ്ഞാൽ 57 ഉണ്ട് എങ്കിൽ പോലും അന്ന് LDFും UDFും സ്വല്പം ഡിസ്റ്റൻസ് പാലിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 67 മുതൽ മുസ്ലിം ലീഗിനെ പ്രണയിക്കാനാണ് എല്ലാവരും താല്പര്യം കാണിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ പിന്നിൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വർഗീയതയെ അംഗീകരിച്ചു കൊടുക്കാൻ താല്പര്യം കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും മണ്ടന്മാരായ ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കാതെ അവർ വിപ്ലവമൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്ത് നിന്നും പിന്നെ ഗാന്ധിസം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. അപ്പോൾ അവർക്ക് നല്ല സൗകര്യമായി. യഥാർത്ഥ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് LDFിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ പറയും വിപ്ലവം നടത്തുന്ന മാർക്സിസ്റ്റുകാരാണെന്ന് പറയും. തിരിച്ച് ഇപ്പുറത്ത് വരുമ്പോൾ ഗാന്ധി തത്വങ്ങളിൽ ഉറച്ച ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് അവർ പരസ്പരം രണ്ട് വിഭാഗത്തിലും നിൽക്കുന്ന ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇത് പൂർണ്ണമായിട്ടും ഹിന്ദുക്കൾക്ക് മനസ്സിലായത് 1982 ശേഷം നിലയ്ക്കൽ പോലുള്ള ചില സംഭവങ്ങൾ വന്നപ്പോൾ, അതിനുശേഷം പിന്നീട് മാറാട് പോലുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് നമുക്ക് അടി കിട്ടിത്തുടങ്ങിയല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ചെറിയ മാറ്റങ്ങളെങ്കിലും കേരളത്തിൽ ഉണ്ടായത്. അതിനനുസരിച്ച് ഇപ്പോൾ മുസ്ലിങ്ങളും കുറച്ചൊന്നും മയപ്പെട്ടിട്ടുണ്ട്. പണ്ടത്തെ പോലെ 5ാം മന്ത്രിയൊന്നും പെട്ടെന്ന് കയറി ഉന്നയിക്കാറില്ല. സാർ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ FCRAയുടെ കാര്യം പറഞ്ഞു. FCRAയിൽ ഈ പള്ളി പൊളിക്കുമെന്നുള്ളതാണോ സാർ അതിലെ യഥാർത്ഥ വിഷയം? അതിലെ വിഷയം ശരിക്ക് ഇവിടുത്തെ തീവ്രവാദത്തിന് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ ഫോറിൻ ഫണ്ടുകൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് കണ്ടത്. അവർ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട്. അത് മതപരിവർത്തനത്തിനും ഇതിൻ്റെ പണം ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്തത് ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ സഹിതം അവരത് വിവരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ 36 സ്ഥലങ്ങളിൽ ബോംബ് ആക്രമണം നടത്താനായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ ഡൽഹിയിലെ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നിലെ അവിടുത്തെ ട്രസ്റ്റുകൾ വഴിയൊക്കെ ഫണ്ട് വിനിയോഗിച്ചതും ഒക്കെ കാര്യങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ അതുപോലും ഇവിടെ ആരും പറഞ്ഞില്ല. അത് തിരിച്ചുപയോഗിക്കുകയാണ് ചെയ്തത്. വളരെ ഇതാരെയാണോ ബാധിക്കുന്നത് അവരങ്ങ് പുറകോട്ട് പോയിട്ട് ഈ ബിഷപ്പുമാരെയും മറ്റും തള്ളി മുമ്പോട്ട് വിട്ടിട്ട് ഞങ്ങളുടെ പള്ളി വിളിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ അണയ്ക്കാനാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശ്രമിച്ചത്. അവരാരും മിണ്ടിയില്ല. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ പാർട്ടിയോ നേതാവോ അതിനെതിരെ പറഞ്ഞോ FCRAയുടെ എതിരെ? പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവർ പള്ളിയെ മുമ്പിലോട്ട് തള്ളിവിട്ടിട്ട്
ബിഷപ്പുമാരെ കൊണ്ടത് പറയിച്ചു. ഈ വിധത്തിലുള്ള ഒരു ലൈൻ അല്ലേ കേരളത്തിൽ എല്ലാ കാലവും തുടരുന്നത്. ഇതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, പണ്ട് പറയും കേരള ഈസ് ഗ്രീൻ ബിക്കോസ് കേരള ഈസ് റെഡ് എന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നത് കേരള ഈസ് റെഡ് ബിക്കോസ് ഓഫ് ദാറ്റ് കേരള ഈസ് ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുന്നത് ചുവന്ന പച്ച കൊടിയെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇടതുപക്ഷം കൂടുതൽ ശക്തമായി തവണയായിട്ട് 10 വർഷം ഇവിടെ ഭരിച്ചപ്പോൾ ആ ചുവന്ന കൊടി കൂടുതൽ വന്നപ്പോൾ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് പച്ചക്കൊടി കൂടുതൽ ശക്തിയായി വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഭരണത്തിലെ ചില അപാകതകൾ, അതിലെ ചില അവസരവാദ നടപടികളാണ് അവർക്ക് കരുത്തായത്. ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ BJP വോട്ട് ചെയ്യാനോ LDF വോട്ട് ചെയ്യാനോ ഇപ്പോൾ തയ്യാറാകാത്ത അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ നിഗമനം. സാറിന് എന്ത് തോന്നുന്നു? സാർ, അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഒരു കാലഘട്ടം വരെ, അതായത് 1967 EMS വരുമ്പോഴാണ് ആ ഗവൺമെൻറ്റാണ് മലപ്പുറം ജില്ല കൊടുക്കുന്നത്. അതെ, അത് കൊടുക്കുന്നിടം തൊട്ട് ഇന്ന് വരെ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഉണ്ടായ വിവാദം, അതായത് 67 ഗവൺമെൻറ് വരുന്നു, 69 ജില്ല വരുന്നു. അത് തൊട്ട് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറുന്ന ദിവസം വരെയുള്ള സമയമുണ്ടല്ലോ, അതുവരെ കേരളത്തിൽ തന്നെ ഒരു റെഡ് ജിഹാദാണ്. പുസ്തകത്തിൻ്റെ പേരാണെങ്കിലും ഇവിടെ ഒരു റെഡ് ജിഹാദ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിമുടി സ്വാധീനിച്ചിരുന്ന ടെററിസ്റ്റ് ചിന്താഗതിയുള്ള തീവ്രവാദികളായ പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചാണ്. സാർ, അത് ഒന്ന് പറഞ്ഞിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഞങ്ങളതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാണെന്ന് കോടിയേരി പറഞ്ഞ കാര്യം. അന്ന് പാർട്ടി സെക്രട്ടറിയാണത്. ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ സാറിന് പറഞ്ഞു വന്നത്, അപ്പോൾ ആ റെഡ് ജിഹാദാണ് നടക്കുന്നത്. ഇപ്പം 2004 ശേഷം പിന്നീട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ജിഹാദാണ്. രാഹുൽ ഗാന്ധി പിന്നെ ഈ വിധ്വംസക പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും സ്വാഗതം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം സക്കീർ നായിക്കിൻ്റെ ഫണ്ട് വാങ്ങിച്ച ആളാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് സക്കീർ നായിക്കിൻ്റെ നിന്നും അതുപോലെ തന്നെ പിന്നെ ഷീ ജിൻപിങ്ങിൻ്റെ നിന്നും പണം വാങ്ങിച്ച ഒരാളാണ്. അപ്പോൾ രാജ്യത്തെ തകർക്കാൻ ആരുമായി കൂട്ടുകൂടുന്ന അധമനായ ഒരുത്തനാണ് നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ എന്നുള്ളത് ചിന്തിക്കുന്ന മനുഷ്യർക്കറിയാം. ചിന്തിക്കാത്തവന് അതൊക്കെ വെളിപാട് വിട്ടി വരണമെങ്കിൽ അവന് താമസം എടുക്കും. അതായിക്കോട്ടെ, ചിന്തിക്കുന്നവരറിഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങൾ. പിന്നെ സാറിൻ്റെ എൻ്റെ ചോദ്യം അതല്ല. ഇങ്ങനെ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് പിന്നെ CPM-നും മറുഭാഗത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് BJP വോട്ട് ചെയ്യാത്തത്? അതാണ് പ്രശ്നം. BJP വോട്ട് ചെയ്തത് അവരുടെ ഉള്ളിൽ ഈ രണ്ട് വിഭാഗങ്ങളും വളരെ നാളുകളായി വലിയൊരു ഭയം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭയം വളർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഏതാണ്ട് 2014 മുതൽ 2026 വരെ ഭരിച്ച നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായെന്ന് ആലോചിച്ചാൽ മാത്രം മതി അവർക്ക് ഈ ഭയം ഇല്ലാതാവാൻ. പക്ഷേ അവർ ഭയം ഇല്ലാതാക്കുന്നില്ല. കാരണം അവരെ എന്നും വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇതിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, നാളെ ഇത് മാറി വരും, പല കുഴപ്പങ്ങളും വരും എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയാണ്. സാർ, ഞാനൊരു വ്യത്യസ്ത അഭിപ്രായം പറയട്ടെ. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഒന്ന് വളരെ മൃദുല സലഫിസമുള്ള ആളുകളാണ്. അവർ ദൈവചിന്തയൊക്കെ ആയിട്ട് കഴിയുന്നവർ. അവർ വലിയ പൊളിറ്റിക്കൽ താല്പര്യങ്ങളൊന്നുമില്ല. 5 നേരം നിസ്കരിക്കും. യഥാർത്ഥത്തിൽ ഖുർആനൊക്കെ പറഞ്ഞനുസരിച്ച് അവർ ജീവിക്കുക. അവർ ഇതര മനസ്കരോടെ ഒരു പരമത വിദ്വേഷമുള്ള ആളുകളേ അല്ല. അടിസ്ഥാനപരമായി നന്മയുള്ള മനുഷ്യരാണ്. രണ്ടും സക്രിയ സലഫിസമാണ്. ഈ സക്രിയ സലഫിസത്തിനകത്ത് മുസ്ലിങ്ങളുടെ അധികാരം അല്ലെങ്കിൽ അവകാശങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സക്രിയ സലഫിസത്തിൻ്റെ ആളുകൾ. അവരാണ് ലീഗിലുള്ളത്. പ്രധാനമായും ലീഗിലാണ് അവരുള്ളത്. ലീഗ് ഒന്നിച്ചു നിന്ന്, അതാണ് ഈ KM ഷാജി പറഞ്ഞത് മതമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം സക്രിയ സലഫിസമാണ്, തീവ്രമല്ലാതെ സക്രിയ സലഫിസമാണ്. അദ്ദേഹം തീവ്രവാദത്തിനെതിരാണ്. KM മുനീറും KM ഷാജിയും തീവ്രവാദത്തിന് എതിരാണ്. പക്ഷേ ഈ മതത്തിൻ്റെ സ്വാധീനം ഉറപ്പിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ ഒന്ന് തീവ്ര സലഫിസമാണ്. അത് SDPI, പോപ്പുലർ ഫ്രണ്ട്, അതൊക്കെ തീവ്ര സലഫിസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഞാൻ സാറിനോട് പറഞ്ഞത്, കേരളത്തിലെ മലബാർ മുസ്ലിങ്ങളിൽ ദേശീയ ബോധമുള്ള വലിയൊരു മുസ്ലിങ്ങൾ വിഭാഗം ഉണ്ടാകും സാർ. അത് അവിടേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ സ്വാധീനമുള്ള ഒരു വലിയ ജനവിഭാഗം മലബാറിലുണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ആര്യാടൻ മുഹമ്മദ്.
അലിയർ മുഹമ്മദ് അപ്രിയ സത്യം പറയുന്ന മുസ്ലിമാണ്. അദ്ദേഹം തീവ്ര നിലപാടുള്ള ആളല്ല. സക്രിയമായ അദ്ദേഹം ദൈവവിശ്വാസിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അബ്ദുറഹ്മാൻ സാഹിബ് ഉയർത്തിപ്പിടിച്ച ഒരു ദേശീയ ബോധത്തിൻ്റെ പിൻഗാമികൾ മലബാർ രാഷ്ട്രീയത്തിലുണ്ട്. അവരെ നിഷ്കരണം ഗില്ലറ്റിൻ ചെയ്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മുസ്ലിമിനുള്ള വിഹിതം മുസ്ലിം ലീഗിലൂടെ കൊടുക്കാൻ തുടങ്ങി. അപ്പം കോൺഗ്രസ്സിനകത്തൊരു മുസ്ലിം നേതാവിന് വന്ന് വളരാൻ പറ്റില്ല, മന്ത്രിയാവാൻ പറ്റില്ല. കാരണം അത് അപ്പുറത്തെ ലീഗിന് എഴുതി കൊടുത്തിരിക്കുകയല്ലേ. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ തങ്ങൾക്കുള്ളൊരവസരം BJP മനസ്സിലാക്കുന്നില്ല. മുസ്ലിങ്ങളെല്ലാവരും BJPക്ക് എതിരല്ല സാർ. അതാണ് എൻ്റെ നിരീക്ഷണം. മുഴുവൻ മുസ്ലിങ്ങളും അല്ല, വളരെ ചെറിയൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മുസ്ലിങ്ങളെങ്കിലും BJPക്ക് അനുകൂലമായിട്ടുണ്ട്. അതാണ് അലി അക്ബർ എത്ര കൃത്യമായിട്ട് അദ്ദേഹം അനുഭവിക്കേണ്ടുന്ന യാതന അറിയാം. വളരെ മോശമായിട്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറിയ ഈ BJP നേതാക്കന്മാരുണ്ട്. അതവിടെ നിൽക്കട്ടെ. അല്ല, ഡോക്ടർ അബ്ദുൽ സലാം അല്ല, അത് പിന്നെ കേരളത്തിലല്ലല്ലോ. അബ്ദുൽ സലാം ഡോക്ടർ അബ്ദുൽ സലാം നമ്മുടെ APJ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ അദ്ദേഹം ഇലക്ഷൻ അദ്ദേഹത്തിന് പോലും ആരും വോട്ട് കൊടുത്തില്ല. അദ്ദേഹത്തിന് പോലും NDAയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മലപ്പുറത്ത് വോട്ട് കൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. സാറേ, അത് വന്നോട്ടെ. ഞാൻ സാറിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഇത് ഒരു ദിവസം കൊണ്ട് ഒരു ഫൈൻ മോർണിംഗിൽ ഉണ്ടാകുന്നതല്ല. മറിച്ച് മോദിയുടെ വികസന സങ്കല്പങ്ങളുമായി യോജിക്കുന്ന ആളുകളുണ്ട്. ഗ്യാസ് കൊടുത്തതിൽ, ശൗചാലയങ്ങൾ കൊടുത്തതിൽ, മുദ്രാ ലോൺ കൊടുത്തതിൽ, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം കൊടുത്തതിൽ, കർഷകർക്ക് പെൻഷൻ കൊടുത്തതിൽ എവിടെയെങ്കിലും വിവേചനമുണ്ടോ? വിവേചനമില്ല. 2, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമെന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. മക്കയും മദീനയും അവിടെയല്ലേ നിൽക്കുന്നത്. അവിടുത്തെ സൗദി അറേബ്യയിലെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ കിങ് അബ്ദുൽ അസീസ് അവാർഡ് കൊടുത്ത് ആദരിച്ച ആളാണ്. ഇന്തോനേഷ്യ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം, അവരേറ്റവും വലിയ അവാർഡ് കൊടുത്ത് മോദി അംഗീകരിച്ചു. UAE അംഗീകരിക്കുന്നു, ഈജിപ്റ്റ് അംഗീകരിക്കുന്നു, ഇങ്ങനെ ജോർദാൻ അംഗീകരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളൊക്കെ മോദിയായിട്ട് നല്ല ബന്ധത്തിലാണ്. ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദി മുസ്ലിം വിരുദ്ധനല്ലെന്നും മോദിയുടെ വികസന നയങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾക്ക് ഗുണകരമാണെന്നും മുസ്ലിമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കേരളത്തിലെ BJPക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എൻ്റെ നിരീക്ഷണം. സാർ അതിനെക്കുറിച്ച് എന്ത് പറയും? നമുക്ക് പെട്ടെന്ന് ചർച്ച അവസാനിപ്പിച്ചേക്കാം. അതിനകത്ത് വലിയൊരു സത്യമുണ്ട്. കാരണം BJPയുടെ നേതാക്കളിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ അടുത്ത കാലത്ത് വന്ന് കുറച്ച് സത്യങ്ങളൊക്കെ പറയുന്നത് ഒഴിച്ചാൽ ഈ 2025 വരെയും 24 വരെയും 24-ലാണല്ലോ ഇദ്ദേഹം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ രംഗപ്രവേശനം ചെയ്യുന്നത്. അതുവരെയും സത്യത്തിൽ ഒരു വിധത്തിലും BJPയുടെ ആർക്കെങ്കിലും ഇവിടുത്തെ ഭൂരിപക്ഷത്തിനോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദുക്കളോട് എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ എനിക്ക് ന്യൂനപക്ഷം ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സാർ, ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളതാണ്. അവരിൽ ഭൂരിപക്ഷം പോലും പിടിക്കാനായിട്ട് നരേന്ദ്രമോദി ഇവിടെ വരേണ്ടി വരുന്നു. നരേന്ദ്രമോദി വന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു സുരേഷ് ഗോപിയെയും ഒരു സ്ഥലത്ത് ഒരു രാജീവ് ചന്ദ്രശേഖരെയും നിർത്തി ഈ 2 ഡിജിറ്റ് മിലേഗ എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം പറയേണ്ടി വന്നു അല്ലേ? അല്ലാതെ ഇവിടുത്തെ BJPക്കാരാരാണ് അങ്ങനെ ഹിന്ദുക്കളോട് പോലും നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനായിട്ട് നിന്നിട്ടുള്ളത്? അപ്പം അതിന് പോലും കെൽപ്പുള്ളവർ ഇന്ന് വരെ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കുറേശ്ശെയായിട്ട് അതിന് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഓക്കെ, ഗുഡ്. അദ്ദേഹം ശ്രമിക്കട്ടെ. സാർ, ഇതിൻ്റെ കാര്യമല്ല, ഞാനതാണ് സാർ പറഞ്ഞത്. മുസ്ലിങ്ങൾ ആസ് എ ഹോൾ BJPക്ക് എതിരല്ല. എൻ്റെ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. മോദിയുടെ വിദേശ നയത്തെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ വികസന നയത്തെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇത്തരം ഉത്പതിഷ്ഠുക്കളായ മുസ്ലിങ്ങളുടെ വോട്ടുകൾ എങ്ങനെ BJPയിലേക്ക് ആകർഷിക്കാമെന്നും ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് സ്ട്രാറ്റജിക്ക് രൂപം കൊടുക്കാനും കഴിയുന്ന ആളുകൾ BJPയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. BJP നേതൃത്വത്തിൽ അല്ല, ഞാൻ പൂർത്തിയാക്കണം. BJP നേതൃത്വത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാത്തത്. അത്തരം ഒരു നേതാവ് എന്നെങ്കിലും BJPക്ക് കേരളത്തിൽ കിട്ടിയാൽ സാർ സംശയിക്കേണ്ട, ഒരു ചെറിയ വിഭാഗം, വലിയ വിഭാഗം, ചെറിയ വിഭാഗമെങ്കിലും മുസ്ലിങ്ങൾ BJP തീർച്ചയായിട്ടും വരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അപേക്ഷിച്ച് സൗത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നൊരു സാധനമാണ് മുസ്ലിങ്ങളുടെ കുത്തക ഏറ്റെടുത്തിരിക്കുന്നത്. നോർത്തിൽ അതില്ല. അതിൻ്റെ ഒരു ഫ്രീഡം അവർക്കുണ്ട്. ഇവിടെ അത്തരത്തിലൊരു ഫ്രീഡം ഇല്ല. ഇവിടെ ലീഗാണ് പലപ്പോഴും അവരെ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരുടെ പ്രബുദ്ധത താമരയ്ക്ക് വോട്ട് ചെയ്യരുത്, താമര ഒരെണ്ണം വിരിഞ്ഞാൽ നിൻ്റെ കോണി പിന്നെ ഇവിടെ കാണില്ല എന്നുള്ളതാണ്.
ആ ഒരു സാധനം പോലും മാറ്റാനായിട്ട് ഇച്ചിരി വിഷമമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ നേതാവ് ഇവിടെ ഇല്ല എന്നുള്ളത് സത്യം. സാറിന് അത് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. സാർ അത് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ അതിശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് നിരീശ്വരവാദം ഉള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ പിളർത്തണമെന്ന് നമ്പൂതിരിപ്പാടിന് തോന്നിയപ്പോഴേ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു, ഡെമോക്രാറ്റിക് ലീഗ് എന്ന് പറഞ്ഞ്. ആ ലീഗ് പിന്നെ മലബാറിൽ അറിയപ്പെട്ടിരുന്ന തണ്ണിമത്തൻ ലീഗ് എന്ന പുറവത്ത് വെച്ച് അകത്ത് ചുവപ്പുമായിരുന്നു. അത് പച്ച പിടിച്ചില്ല. പക്ഷേ എങ്കിലും ഉൽപ്പതിഷ്ണുക്കളായ ഉൽപ്പതിഷ്ണുക്കളായ മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിനെ പിളർത്തി പിന്നെ ഇന്ത്യൻ പിന്നെ മറ്റേ പ്രതിപക്ഷ ലീഗ് ഉണ്ടാക്കിയില്ലേ സാറേ നമ്പൂതിരി? അവർക്ക് ഭരിക്കാൻ അവസരം കൊടുത്തില്ലേ? ലീഗിനെ പോലെ തന്നെ അവരും പച്ചപിടിച്ച് വന്നല്ലോ ഇവിടെ. നല്ല ഇ.ടി. മുഹമ്മദ് ബഷീറിനെ പോലെയൊക്കെയുള്ള പിന്നെ മന്ത്രിമാർ അതിലൂടെ വന്നവരാണ്. അപ്പം ഞാൻ സാറിന് പറഞ്ഞു വന്നത്, കൃത്യമായി തന്ത്രപൂർവ്വം നീങ്ങിയാൽ ഉൽപ്പതിഷ്ണുക്കളായ മുസ്ലിങ്ങളെ മുൻനിർത്തി ഇപ്പോൾ അവർ 2020 കൂട്ടുപിടിച്ചില്ലേ? ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെങ്കിലും അവരെ കൂടെ നിർത്തുന്നതിന് തന്ത്രം വേണം, അടവ് നയം, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന പോലെ അത് വേണം. അതിന് വേണമെങ്കിൽ രാഷ്ട്രീയ അനുഭവ സമ്പത്ത് വേണം, വിശാലമായ കാഴ്ചപ്പാട് വേണം, ജനകീയമായ അടിത്തറ വേണം. ജനങ്ങളെ കാണണം സാറേ. ഒരു മുറിക്കകത്ത് കയറി അടച്ചിരുന്നുകൊണ്ടല്ല കോർപ്പറേറ്റ് ഭരണമല്ല നടത്തേണ്ടത്. ജനകീയ ഭരണം നടത്താൻ കഴിയുന്ന ഒരു നേതാവ് BJPക്ക് എന്തെങ്കിലും വന്നാൽ സാർ സംശയിക്കേണ്ട കാര്യമില്ല, ഡെഫിനറ്റായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.